ഇന്ത്യൻ ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ അടക്കം 11 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനയിൽ നിന്ന് 6 പേരും വ്യോമസേനയിൽ നിന്ന് 5 പേരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാക് സൈന്യം സ്ഥിരീകരിക്കുന്നത്. പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 35നും 40നും ഇടയിൽ പാക് സൈനികരെ വധിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, പാക് സൈന്യം ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ ഭാഗത്ത് വലിയ ആൾനാശമുണ്ടായി എന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാന്. രഞ്ജിത്ത്, ഇത് സ്വാഭാവികമായും സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഇത് മറച്ചു പിടിക്കാമെങ്കിലും അവിടുത്തെ സൈനികർ കൊല്ലപ്പെട്ട കാര്യം വൈകിയെങ്കിലും പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, വൈകിയെങ്കിലും ഇത് പുറത്തു വരും എന്ന് ഇന്ത്യക്ക് ഉറപ്പായിരുന്നു. അത് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ 11 പേരുടെ പേര് വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പാകിസ്ഥാൻ മിലിറ്ററി പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ കരസേനയിലെ നായക് അബ്ദുൽ റഹ്മാൻ, ലാൻസ് നായക് ദിലാവർ ഖാൻ, അതുപോലെ ലാൻസ് നായക് ഇക്രമുള്ള നായിക് വക്കർ ഖാലിദ്, സീപ്പോയ് മുഹമ്മദ് അദീൽ അക്ബർ, സീപ്പോയ് നിസീർ എന്നിവരാണ് കരസേനയിൽ മരിച്ചവർ. ഇതുകൂടാതെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ്, ചീഫ് ടെക്നീഷ്യൻ ഔറംഗസീബ്, സീനിയർ ടെക്നീഷ്യൻ നജീബ്, ചീഫ് ടെക്നീഷ്യൻ നജീബ്, അതുപോലെ കോർപ്പറേറ്റ് ടെക്നീഷ്യൻ ഫറൂഖ്, സീനിയർ ടെക്നീഷ്യൻ മുഷാബിർ എന്നിവരാണ് കൊല്ലപ്പെട്ടതായി പാക് സേന വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ തീവ്രമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഈ മരിച്ചവരുടെ കാര്യങ്ങൾക്കൊപ്പം കൂടാതെ 78 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ പാകിസ്ഥാൻ സൈനികരുടെ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വ്യാജ പ്രചാരണങ്ങൾ കൂടി നടത്തുകയാണ്. ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിൽ കൂടുതൽ സാധാരണക്കാർ മരിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നു. അതോടൊപ്പം ഈ തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ഈ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഹാഫിസ് അബ്ദുൾ റൌഫിനെ ഇപ്പോൾ വീണ്ടും വെള്ളപൂശാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അഹമ്മദ് ഷരീഫ് ചൗധരിയാണ് എന്ന പാക് ഉദ്യോഗസ്ഥനാണ് ഈ ഹാഫിസ് അബ്ദുൾ റൌഫിനെ വെള്ളപൂശാനുള്ള ശ്രമം നടത്തുന്നത്. ഇയാൾ ഒരു സാധാരണ പൗരനാണെന്നും മർക്കൈ മുസ്ലിം ലീഗിലെ അവിടുത്തെ വെൽഫെയർ വിഭാഗത്തിൻ്റെ അംഗമാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയ ഹാഫിസ് അബ്ദുൾ റൌഫിനെ ന്യായീകരിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോഴും അയാൾ അംഗമാണ് എന്ന് പറയുന്ന ഈ ലഷ്കർ ഇ തയ്യബയുടെ ഫലാഹ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്ന സംഘടന കൂടി തീവ്രവാദ സംഘടനയാണെന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണെന്നുള്ള കാര്യം വ്യക്തമാകുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ്. പക്ഷേ തുടർച്ചയായി ഈ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നു. ഇന്നും പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രി ഡൽഹിക്കെതിരെ കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകൾ അവിടെ നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ വെടിക്കോപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടൊക്കെ വലിയ ആക്രമണം നടത്തി വിജയിച്ചു എന്ന വീരവാദം അല്ലെങ്കിൽ വ്യാജ പ്രചരണം അവിടെ ഇന്നും തുടരുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സൈനികർ തങ്ങളുടെ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് പാകിസ്ഥാൻ. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.